ഹലോ എവരിബഡി, എല്ലാവരും ക്ഷേമവും സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ ഓണം കഴിഞ്ഞിരിക്കുകയാണ്. ഓണത്തിൻ്റെ ആഘോഷം ശരാശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കലുള്ള ഒരു ഒത്തുചേരലിൻ്റെയും ആഘോഷത്തിൻ്റെയും അവസരമാണ്. ഈ വിഷയത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ സന്തോഷ സമ്പൽ സമൃദ്ധി എന്നും നിലനിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് കഴിയുന്നുണ്ടോ? അതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ വിഷയം. ഒരിക്കലും കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. പണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും സ്വപ്നം. മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് മനുഷ്യർ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്തിലെ എല്ലാ മതങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാ ഇസങ്ങളും ഇതിനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്നുവരെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണ് അതിന് കാരണം എന്നുള്ളത് നാം അന്വേഷിക്കുന്നത് നന്നായിരിക്കുമല്ലോ. ലോകത്തിൽ അതിൻ്റെ കാരണത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വിവിധ നിലയിലുള്ള ആശയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത്തരം ആശയങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാക്കുന്നതോ അല്ലെങ്കിൽ അതൊരു ശരിയായ വിലയിരുത്തലോ അല്ല എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ കഴിയുന്നതാണ്. എന്നാൽ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ, ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ അതിന് ശരിയായ കാരണം ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് പാപം എന്നുള്ളതാണ്. പാപമാണ് മനുഷ്യനെ സന്തോഷ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതും നമ്മുടെ ഒരു വലിയ പരാജയത്തിൻ്റെ കാരണമാണ്. മനുഷ്യനിൽ പാപം കുടികൊണ്ട ആ നാൾ മുതൽ തന്നെ മനുഷ്യനിലെ ദൈവത്തിൻ്റെ അംശം മരണം സംഭവിച്ച നാൾ മുതൽ തന്നെ സ്വപ്നസുന്ദരമായ ആ മനോഹര നാളുകളെ മനുഷ്യന് നഷ്ടമായി എന്നുള്ളതാണ് മനുഷ്യൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നാം സ്വപ്നം കാണുന്ന സമ്പൽ സമൃദ്ധമായ ഒരു നാളുകൾ നമുക്ക് തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തിന് പരിഹാരമുണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ ലോകം ബൈബിൾ ഭാഷ്യത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. അതിനൊരു മാറ്റം വരുമ്പോൾ മാത്രമേ നാം സ്വപ്നം കാണുന്ന സമത്വസുന്ദരമായ ഒരു ലോകം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ബൈബിൾ വീണ്ടും അത് എപ്പോഴെന്നും പറയുന്നുണ്ട്. കർത്താവ് പിശാചിനെ ബന്ധിച്ച് അന്ധകാരത്തിൻ്റെ ചങ്ങലയിൽ ഇടുന്ന ആ ഒരു സമയം ഉണ്ടാകുവാൻ പോകുന്നു. അന്ന് കർത്താവ് തൻ്റെ സഭയുമായി 1000 ആണ്ട് വാഴുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതായിട്ടും ബൈബിൾ പറയുന്നു. ലോക സാമ്രാജ്യങ്ങൾക്ക് അറുതി വരുത്തി അവിടുന്ന് ഭൂമിയെ വാഴുവാൻ പോകുന്നു. അന്ന് നാം ഭാവന ചെയ്യുന്ന ഈ സമ്പൽ സമൃദ്ധമായ സുന്ദരമായ ഒരു ലോകമായിരിക്കും അന്ന് ഉണ്ടാകുവാൻ പോകുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുന്ന ദിവസം. നാം ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ടല്ലോ, മാവേലി നാട് വാണകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള നിലയിൽ നാം ചെറുപ്പത്തിൽ പഠിക്കുകയും പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ കാലം യഥാർത്ഥമാകുന്ന ദിവസങ്ങളായിരിക്കും നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ വാഴുവാൻ പോകുന്ന ദിവസങ്ങൾ എന്നുള്ളത് എത്രയോ സത്യമായിരിക്കുന്നു. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ നാം അന്ന് പാടിയിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ. അപ്പോൾ ആ നാളുകളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് രോഗമില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു സുന്ദരമായ ഒരു ഭരണമായിരിക്കും നമ്മുടെ കർത്താവിൻ്റെ ഭരണം ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ എന്നുള്ളതാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ അവൻ്റെ പ്രത്യാശയും അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രിയ സ്നേഹിത, നിങ്ങൾക്കും ആ രാജ്യത്തിൻ്റെ അംഗമാകുവാൻ ഈ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ തന്നെ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ ഒരു മകനായി അല്ലെങ്കിൽ ഒരു മകളായി നിങ്ങൾ മാറുക എന്നുള്ളത് മാത്രമാണ് അതിന് ആവശ്യമായിരിക്കുന്നത്. യേശുവിൽ കൂടിയുള്ള രക്ഷ സൗജന്യമാണ്, അത് നിത്യമാണ്. ഇന്ന് അത് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങൾ നിത്യജീവന് അവകാശികളായി മാറും. യേശു സ്ഥാപിക്കുന്ന ഈ സുന്ദരമായ ലോകത്തിൽ നിങ്ങൾക്കും അതിൽ അംഗങ്ങളായി മാറുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ള വസ്തുത ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ഇന്ന് ഈ അവസരം നിങ്ങൾ അതിനായി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം സർവ്വ കൃപാലുവായ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആ നിലയിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
നിത്യജീവന് നിങ്ങൾ അവകാശികളായി മാറുക. ദൈവം അതിനുവേണ്ടി നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. ഈ അവസരം നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇനിയൊരവസരം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.